വളരെ വിഷമത്തോടു കൂടി പറയട്ടെ, ഞങ്ങളുടെ ലഡാക്ക് ട്രിപ്പ് ഇവിടെ ഡൽഹിയിൽ അവസാനിക്കുകയാണ്. ഒരുപടി നല്ല നല്ല ഓർമ്മകളുമായി അല്ലേ പറഞ്ഞേ, നല്ല അടിപൊളി ഓർമ്മകളൊക്കെ ആയിട്ട് ഞങ്ങളുടെ ലാസ്റ്റ് ബൈക്ക് റൈഡ് കഴിഞ്ഞു. ഐ മീൻ ഈ ട്രിപ്പിലെ ലാസ്റ്റ് ഡേ ബൈക്ക് റൈഡ് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇന്ന് അവസാനിപ്പിച്ചു. ഇന്നിപ്പോൾ നമ്മളുള്ളത് ഡൽഹിയിലാണ്. പിന്നെ നാളെ പോയിട്ട് തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. സോ നാളെ പോയിട്ട് ബൈക്ക് പാഴ്സലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ കൊച്ചിക്ക് ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്. 1-ാം തീയതിയാണ് ഫ്ലൈറ്റ്. അപ്പം ഒരു ദിവസം കൂടി ഉണ്ട്. ആ ഒരു ദിവസം നമ്മളിവിടെ ഒന്ന് നോക്കും എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന്. കാരണം നമ്മൾ ഒരു ദിവസം എക്സ്ട്രാ ഇട്ടിട്ടാണ് ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ഒരു ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും വയ്യ ക്യാൻസൽ ചെയ്യാൻ. ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ള ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ വയ്യ. അതുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്തത്. 2-ാം തീയതി എന്തായാലും ഓൾറെഡി ലീവാണ്. സോ അതുകൊണ്ടാണ്. അപ്പോൾ എന്താ പറയുക, ഇതുവരെ ട്രിപ്പെല്ലാം അടിപൊളിയായിട്ട് പൊളിച്ചടുക്കി ഞങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോസിനകത്ത് എന്തെങ്കിലും എന്താ പറയുക ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എഗെയിൻ പറയുന്നു, പ്ലീസ് ഡു ഇൻഫോം മീ. അല്ലെങ്കിൽ പ്ലീസ് കമൻറ്റിനകത്ത് ഇടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പൊളിയായിട്ട് വീഡിയോസൊക്കെ എടുക്കാം. എന്തായാലും യാത്ര എനിക്ക് തോന്നുന്നു ഇതൊരു തുടക്കമാണെന്നില്ല അവരുടെ. ഇവിടെ ഡൽഹിയിൽ കുറച്ച് റൂം കിട്ടാൻ ഇച്ചിരി ഒന്ന് അലഞ്ഞു ഇൻ ദ സെൻസ് ഇന്ന് ഗണേശോത്സവമോ അങ്ങനെ എന്തൊക്കെയായിരുന്നു. അപ്പം ഭയങ്കര തിരക്ക്. എനിക്കറിയില്ല, ഫസ്റ്റ് ടൈമാണ് ഡൽഹിയിൽ, അതുകൊണ്ടാണോ അറിയാൻ പാടില്ല. എന്തായാലും റൂം കിട്ടി. അത്യാവശ്യം നീറ്റുള്ള റൂം തന്നെ. 2 റൂമും ഒരു എക്സ്ട്രാ ബെഡുണ്ട്. എന്തായാലും ലഡാക്കിലെ ഈ ഒരു ബൈക്ക് റൈഡ്, നമ്മുടെ ലഡാക്ക് എക്സ്പെഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ബൈക്ക് റൈഡ് നമ്മളിത് ഇന്നത്തോടെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ഗായ്സ്. അങ്ങനെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ ഡൽഹിയിൽ നിന്നും വിട പറയാൻ പോവുകയാണ്. നമ്മളെല്ലാം പാക്ക് ചെയ്തു, കണ്ടോ, ഫുൾ സെറ്റാണ്. നമുക്ക് ഇനി ഇവിടുന്ന് കൊച്ചിക്കാണ് ഫ്ലൈറ്റ്. കൊച്ചിക്ക് കറക്റ്റ് 3 മണിക്കാട്ടോ ഫ്ലൈറ്റ് ഉള്ളത്. ഇപ്പോൾ സമയം 11 മണിയായി. ഇനിയിപ്പം ഇവിടുന്ന് റൂം വെക്കേറ്റ് ചെയ്യണം, ഊബർ വിളിക്കണം, നേരെ എയർപോർട്ടിലേക്ക് പോകണം. ടെർമിനൽ 3-ലാണ് നമുക്കുള്ളത്. ഇതേട്ടാ ട്രിപ്പൊക്കെ കഴിഞ്ഞ് സെറ്റല്ലേ? അടിപൊളി. പോവാ ഇനി. ഓക്കെ, എന്നാൽ ഹെൽമെറ്റ് എടുത്തോ. ഇത് ഞാൻ എടുക്കാം. ഓക്കെ, അപ്പം ഞങ്ങളിതൊക്കെ ഒന്ന് ഫുള്ള് സെറ്റ് ചെയ്ത് റൂം വെക്കേറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ നോക്കട്ടെ. ഓക്കെ, അങ്ങനെ ഞങ്ങളിത് ചെക്കൗട്ടൊക്കെ കഴിഞ്ഞു. ഊബർ വിളിച്ചിട്ടുണ്ട്. നേരെ പോവാണ് കേട്ടോ എയർപോർട്ടിലേക്ക്. ഭയങ്കര നീറ്റാട്ടോ, സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര വൃത്തിയുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ കാണുമ്പോൾ അല്ലേ, ഡൽഹിയിൽ വന്നിറങ്ങി ഉടനെ തന്നെ എല്ലാവർക്കും കിട്ടുന്ന ഒരു മെയിൻ ഏരിയാസൊക്കെ ഭയങ്കര ക്ലീൻ ആട്ടോ. നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അതൊക്കെ ആയിരിക്കും. സൺഡേ ആയതുകൊണ്ട് അതൊന്നും വലിയ തിരക്കൊന്നുമില്ല ഇവിടെ. അങ്ങനെ ഞങ്ങൾ സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞു കേട്ടോ. സെക്യൂരിറ്റി ചെക്കിനൊക്കെ കഴിഞ്ഞു, ഉള്ളിലെത്തി. ബാക്കിയെല്ലാം കഴിഞ്ഞു. ലഗേജൊക്കെ കയറ്റി വിട്ടു. നമ്മൾ ഫ്രീ ആയി. അവരുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആട്ടത്. അവരുടെ ഫസ്റ്റ് ഫ്ലൈറ്റ്. ഓക്കെ, വിശന്നിട്ട് കണ്ണ് കാണാനായിട്ട് പിസ്സ വാങ്ങി തിന്നാം കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എവിടേക്ക് പോകാം കേട്ടോ. ഞങ്ങളുടെ ഗേറ്റിനകത്തേക്ക് പോകാം കേട്ടോ. ഞങ്ങളെ ഗേറ്റ് എത്ര 52-നകത്തേക്ക് കേട്ടോ പോകുന്നത്. Number 6 to 19 to board at gate 52. Card and open passport ready for inspection. ഹലോ, നടന്നോ. Cleaning.
കൊച്ചിയിൽ ലാൻഡ് ചെയ്തു കേട്ടോ. ലാൻഡ് ചെയ്തു. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബൈ ബൈ ബൈ. യെസ്, നമ്മളങ്ങനെ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു കേട്ടോ. ഒഫീഷ്യലി കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. നമ്മളിനി പോയി നൈസായിട്ട് ബാക്കി പരിപാടിയിലേക്ക് പോവാണ് കേട്ടോ. നമ്മളിവിടെ ടെർമിനൽ 1-ലാട്ടോ വന്നിറങ്ങിയത്. ഇതേ കണ്ടോ. പിന്നെ ഇവിടുന്ന് ടാക്സി വിളിക്കാൻ നോക്കിയപ്പം ഒരു രക്ഷയില്ലാത്ത റേറ്റ് ആവും അവർ പറയുന്നുണ്ട്. ഇവിടുന്ന് കുറച്ച് ഒരു 20 കിലോമീറ്ററേ ഉള്ളൂ, പക്ഷേ ഭയങ്കര റേറ്റ് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കുറച്ചൊന്ന് ഒരു 250 മീറ്ററും കൂടി നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് നിങ്ങൾക്ക് ബസ് ഉണ്ടാവും. അവിടെ വരെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നെങ്കിൽ റൂംസൊക്കെ അടുത്തൊക്കെ ആണെങ്കിൽ മെട്രോ പിടിച്ച് പോകാം. അല്ലെങ്കിൽ അവിടെ നിന്ന് ജസ്റ്റ് വേറൊരു ഊബർ എടുത്ത് പോയാൽ മതി. ഊബർ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടേക്ക് വരുന്നില്ല, എന്താണെന്ന് അറിയില്ല. ഊബർ ഒന്നും ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് KSRTC ബസ് പിടിച്ചിട്ടോ. ഫുള്ളി ഇലക്ട്രിക്. ഞങ്ങൾ ആലുവ മെട്രോ സ്റ്റേഷനിലെത്തി കേട്ടോ. ഇനി നേരെ പോയി ടിക്കറ്റ് എടുക്കട്ടെ. അയ്യോ, ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, എടുക്കാൻ പറ്റുന്നില്ല. അയ്യോ, ശരിയില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കൊച്ചി ഞങ്ങളുടെ റൂമിലെത്തി മക്കളെ. റൂമിലെത്തി. എടോ തുറക്കണം, കൂട്ടാണ്ട് പോവല്ലേ. അയ്യോ, അവസാനം എത്തി കേട്ടോ. അതെ, ഇവിടുന്ന് തുടങ്ങിയത് ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പം അടുത്ത ഒരു ട്രിപ്പ് തുടങ്ങുമ്പോൾ അതിന്റെ വീഡിയോസ് ആയിട്ട് കാണാം. അതായിരിക്കും. ബൈ ബൈ. ടാറ്റാ.